ഭയങ്കര റെസ്പോൺസിബിൾ ആയിട്ടുള്ള സ്റ്റുഡൻ്റ് ആണ്. ടീച്ചേഴ്സിനെ കാണാൻ ഭയങ്കര കാര്യമായിരുന്നു. പക്ഷേ ആ ഒരു യുഗത്തിന് ശേഷം അതിനാദ്യം മാറി പിന്നെ എല്ലാ കാര്യമായിട്ടും ഒരുപാട് ചെയ്തിരുന്നതാണ്. പക്ഷെ ഇപ്പോൾ ഭയങ്കരമായിട്ട് മാറി. കാരണം ഞങ്ങളായിട്ട് ഭയങ്കര ഡിസ്റ്റൻസ് മുന്നത്തെ പോലെ ആയിരുന്നില്ല. ഇപ്രാവശ്യം എന്ത് സംസാരിച്ചാലും നല്ല തർക്കിക്കാനല്ല പോലെ പറയണതൊന്നും ഒന്നും ക്ലിയർ അല്ല, എന്തൊക്കെയോ പറയാം. പിന്നെ ഇപ്പൊ ഇതിന് ശേഷം ഒരു ബൈക്കിലായിരുന്നു. അപ്പോൾ പോലും അവർക്ക് ആ ബൈക്ക് ബാലൻസ് ചെയ്യാനൊന്നും പറ്റില്ല. ഇന്ന് ക്ലാസ്സിൽ വന്നപ്പോൾ അവൻ നേരെയല്ല നടക്കണ്ടായിരുന്നത്. നിൽക്കാനും ഒന്നിനും അവൻകൊണ്ട് പറ്റുന്നത്. അവനിന്ന് ക്ലാസ്സിൽ വന്നപ്പോഴും ആ നടത്തൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും. നമുക്കൊരു ബാലൻസ്, നമ്മൾ ഹെൽപ്പിന് ചെന്നാൽ പോലും അവനത് ഓക്കെയാണ്, ഞാൻ ഓക്കെയാണ് പറഞ്ഞാൽ ഇവ നല്ല എന്നിട്ടാണ് ഈ പാർക്ക് ചെയ്ത വണ്ടി നോക്കിയത്. ഇന്നലെ നല്ല ഓവറായിരുന്നു. ഇന്നലെ പാർക്ക് ചെയ്ത വണ്ടിനെ ഇങ്ങനെ ഓവർടേക്ക് ചെയ്ത് പോയിട്ട് അതുപോലെ ഹെൽമെറ്റ് ഒരു തല തിരിച്ചിട്ട് വെച്ചിട്ടാണ്. നന്നായി ഓടിക്കാറ്. പിന്നെ ആൾക്കാരോട് ചോദിക്കുന്ന എല്ലാവരും അങ്ങനെ പറയാറ് ഞാൻ നന്നായി ഓടിക്കാം. അങ്ങനെ കേട്ട് പിന്നിലോട്ടോട് ചോദിച്ചിരുന്നു. ഞാൻ ബൈക്കിൽ ഓടിച്ചപ്പോ ഇവന് ഈ പറയണ പോലെ ഇവന്റെ പിന്നിൽ ആരും ഉണ്ടായിരുന്നില്ല. അതാണ് ഞങ്ങൾ പറയണ്ടേ, ഇവർക്ക് ഒരു ബോർഡില്ല. ആക്ച്വലി ഇന്നലെ രാത്രിയാണ് ഞങ്ങള് സാനിയെ കാണുന്നത്. ഞങ്ങളൊക്കെ അങ്ങനെ വെച്ച് കഴിഞ്ഞാല് ഞങ്ങൾ DJ പാർട്ടിക്കൊക്കെ പോകും, ഡാൻസ് അങ്ങനത്തെ ഒക്കെ എൻജോയ്മെന്റ് ഒക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങളിങ്ങനെ കുടിക്കുക വലിക്കുക അങ്ങനത്തെ പരിപാടിക്കൊന്നും ഞങ്ങൾ പോകാറില്ല. സാനി ആയാലും ഞങ്ങൾ കൂടെ ഉള്ളപ്പോൾ ഞങ്ങൾ പോകാറില്ല. പക്ഷെ ഇന്നലെ രാത്രി എന്ന് വെച്ച് കഴിഞ്ഞാല് വേറെ ഒരു ഗ്യാങ് ഉണ്ടാവും. അവര് വന്നിട്ട് വിളിച്ചവർ ആദ്യമൊക്കെ കുറച്ചിത് കാണിച്ചെങ്കിലും അവൻ വേഗം അതിലോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇത്രയും എക്സ്പെക്ട് ചെയ്തില്ല. അവൻ ഞങ്ങൾ വിളിച്ചിട്ട് പോലും അവൻ വരുന്നില്ല. വിളിച്ചിട്ട് അവന്റെ സംസാരം തന്നെ ക്ലിയർ ആവണില്ല. അവൻ എന്താ പറയണമെന്ന് മനസ്സിലാവില്ല. സാധാരണ ഞങ്ങൾ എവിടെ പോയാലും ഞങ്ങൾ ഒരുമിച്ചാണ് തിരിച്ച് പോലും കാര്യങ്ങളും. പക്ഷെ അന്ന് ഞാൻ അവനെ കുറെ വിളിച്ച്, പക്ഷെ അവന്റെ സംസാരം ക്ലിയർ ആവണില്ല. അവൻ എന്താ പറയണത് ഞങ്ങൾക്ക് മനസ്സിലാവണില്ല. അതുകൂടെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പൊ ഞാൻ അവനടുത്ത് പറഞ്ഞു ഞാൻ പോവാണ്, നീ വരുന്നുണ്ടോ എന്ന് പോലും അവന് ആ ഒരു എന്താ പറയാ, അത് വേറൊരു സിറ്റുവേഷൻ ആയിരുന്നു. അവന് ഇങ്ങനൊരു സിറ്റുവേഷൻ ഞങ്ങൾ കണ്ടിട്ടില്ല. ഞങ്ങൾക്ക് ആകെ പേടിയായി, എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. കൂടുതൽ ആൾക്കാരായാലും ഇങ്ങനത്തെ ഒരു ഫേസ് ചെയ്തു. ഈ ഒരു ക്ലൈന്റ് എടുക്കുന്നത് ഈ ആക്റ്റീവ് according to DSM-5, this is an alcohol intoxication case. Alcohol intoxication is a condition that occurs following recent consumption of alcohol and results in a temporary disturbance in brain functioning. Clinically, we observe changes in behavior and cognition that develop shortly after intake. In this case, there was slurred speech, poor motor coordination, and an unsteady gait indicating impaired cerebral functioning. We also noted nystagmus, which is an involuntary movement of the eyes commonly associated with acute alcohol effects. Cognitive functions such as attention and memory were compromised, affecting the person's ability to process information and respond appropriately. As intoxication progresses, the central nervous system becomes increasingly depressed. This can lead to reduced alertness, and in severe cases, the individual may enter a state of stupor or coma. In conclusion, alcohol intoxication is a temporary but potentially dangerous condition that significantly alters judgment, coordination, and consciousness.